നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരത്തെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പർച്ചേസിങ്ങിന് ഇറങ്ങിയതായിരിക്കും അല്ലേ? ഞങ്ങൾ കഴിഞ്ഞിറങ്ങിയത്. എന്തായാലും കണ്ട സ്ഥിതിക്ക് കല്യാണം ക്ഷണിക്കുക. ഞാൻ തീയതി സ്ഥലമൊക്കെ ഫോണിൽ അയക്കാം. ഒരു മിനിറ്റ്. എന്താണെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. നമ്മൾ തമ്മിൽ രഹസ്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ടല്ല, വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. മാറി നിൽക്കാൻ പേടിയാണെങ്കിൽ വേണ്ട. പേടിയോ? എന്തിന്? ഞാനെന്തിനാ നിന്നെ പേടിക്കണം? ചില്ല ശരവണ, ശരത്തിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ കേക്ക്. ശരവണ, എന്റെ പണം കൊണ്ട് സുഖിച്ച് ജീവിക്കാനുള്ള പരിപാടിയാണല്ലേ? അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ ശരവണ? എന്ത് വില കൊടുത്ത് നിന്റെ കല്യാണം ഞാൻ മുടക്കൂടാ. അങ്ങനെ വല്ലതും ചെയ്താ തൊട്ടടുത്ത ദിവസം നീ ജയിലാവും. നീ ചെയ്ത സകല കൊലപാതകങ്ങളും ഞാൻ വിളിച്ചു പറയും. പോലീസ് പിടിച്ച് നിന്നെ ജയിലിലാക്കണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. ഭീഷണിപ്പെടുത്തുവാന്നു? എന്നൊന്ന് ചെയ്ത് കാണിക്കടാ. ശരത്ത് ആരാണെന്ന് അപ്പോ മനസ്സിലാവും. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. പാവങ്ങളുടെ ചോര കുടിക്കുന്ന രാക്ഷസൻ. റൂബിയെ കൊന്നു, ആ നടേശനെ കൊന്നു, സുധിയെ കൊന്നു. ഇതൊന്നും ആരും അറിയാത്തോണ്ടാ നീ ഇങ്ങനെ നെളിഞ്ഞു നടക്കുന്നത്. ഞാൻ വിചാരിച്ച തീരും നിന്റെ ജീവിതം. എന്നാ തീർക്കടാ, വൈകണ്ട. ഇവിടെ വെച്ച് നോണം. നിന്റെ മുമ്പിൽ ഓച്ചാൻ ചെന്ന് ശരവണനെ നിനക്കറിയൂ. ഈ ശരവണം വേറെയാടാ. അതുകൊണ്ട് സൂക്ഷിച്ചിടപെടണം, അല്ലെങ്കിൽ കഴിവേറ്റി കളയും ഞാൻ. ഈ ശരത്തിന് പണ്ടേ അറിയോ പൊന്നുമണിക്ക്? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ശരത്ത് ആരാണെന്ന് ആ ശരവണൻ അറിയാന്ന് എല്ലാരും പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു ശരത്തുണ്ടേ. അതിനേക്കാളും മോശമായിരിക്കും യഥാർത്ഥ ശരത്ത്, അല്ലേ? അത് എന്തായിരുന്നു രണ്ടുപേരും തമ്മിൽ രഹസ്യം പറിച്ചില്? ഈ കടയിലെ ഡ്രസ് അങ്ങനെ ചോദിച്ചതാ. അതായിരുന്നു ഇത്ര വലിയ പേഴ്സണൽ കാര്യം? അതും വേറെ ചിലതും. നിത്യേ, വാ നമുക്ക് പോവാം. കാണാം. കല്യാണത്തിന് വരാൻ മറക്കണ്ട, രണ്ടാളും വരണം. ശരി, വാ നിത്യ. അമ്മ, ചെറിയൊരു പ്രശ്നമുണ്ട്. ശരവണൻ സ്നേഹം കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നു. അപ്പോ ഫോൺ താഴെ വീണു, ഡിസ്പ്ലേ പോയി. അതിന്? അല്ല, അതിനൊന്നുമില്ല. ഫോണിലായിരുന്നു ക്യാഷ് മൊത്തം കിടക്കുന്നത്. അത് വർക്കാവില്ലല്ലോ. നമുക്ക് അടുത്ത ദിവസം വന്ന് ഡ്രസ് എടുക്കാം. അതൊന്നും ശരിയാവില്ല, അത് ഐശ്വര്യക്കേടാ. കാശിന് കാശ് തന്നെ വേണ്ടമ്മേ. ബില്ല് ചെയ്യാതെ തുണി അവർ തന്നു കൊടുത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ആ ദേവികയെ വിളിച്ചേ, എന്നിട്ട് കുറച്ച് കാശ് അയക്കാൻ പറ. നമുക്ക് ആ കാശ് കൊണ്ട് വാങ്ങാം. എനിക്കൊന്നും വയ്യ അവരെ വിളിക്കാൻ. ആവശ്യമുണ്ടെങ്കിലേ അമ്മ അങ്ങോട്ട് വിളിച്ചാ മതി. അവരെ ശല്യം ചെയ്യണ്ടമേ, നമുക്ക് നാളെ വരാം. ഇന്ന് വന്ന സ്ഥിതിക്ക് തുണിയും കൊണ്ടേ നമ്മൾ പോവും. നിനക്ക് വയ്യെങ്കിൽ ഞാൻ വിളിക്കാൻ ദേവികയെ. ആവശ്യം നമ്മുടേതായി പോയില്ലേ? ശരവണൻ കെട്ടിപ്പിടിച്ചെന്നോ? കൈ തട്ടി മാറ്റുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നിയത്.
അല്ല കെട്ടിപ്പിടിച്ചെന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ ഞാൻ തടഞ്ഞു. രക്ഷപ്പെട്ടോട്ടെ. ആ ദേവികെ, ഞാനാ. നിത്യക്ക് ഡ്രസ് എടുക്കാൻ കുറച്ച് പൈസ വേണം. ശരത്തേട്ടൻ ജീവിതത്തിൽ ഇന്നേ വരെ ആരോടെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടോ? ശരത്തേട്ടനെ ഉപദ്രവിച്ച ആർക്കെങ്കിലും ശരത്തേട്ടൻ മാപ്പ് കൊടുത്തിട്ടുണ്ടോ? പിന്നെ എത്ര പേർക്ക്? അവള് സമ്മതിച്ചു. നിന്റെ ഫോണിലേക്ക് അയക്കും. ഇനി പോവാലോ. അവസാനം കാശിന് ആവശ്യം വന്നപ്പോ ഏട്ടത്തിന് വേണ്ടി വന്നു സഹായിക്കാൻ. ഔദാര്യമൊന്നും അല്ലല്ലോ, കടമല്ലേ. അത് തിരിച്ചു കൊടുക്കും അല്ലേ മോനെ? പിന്നെ അല്ലാതെ. ഡിസ്പ്ലേ ഒന്ന് വന്നോട്ടെ, പിന്നെ 10 സെക്കൻഡ് മതി. അമ്മ വന്നേ.